അമ്മയുടെ ഇഷ്ട കിളികളെ ഇഷ്ടം പോലെ. എൻ്റെ അമ്മ ഗൈസ്, ഇവൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇത് വേറൊരു കൂടാണ്, ഇത് അവന്മാർ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, നല്ല രസമില്ലേ? ഇതാണ് നമ്മുടെ ജാവ, നമ്മുടെ ഗ്രേ ജാവ. ഇവൻ ഇരിക്കുന്നുണ്ട്, ഇവന് ഉറങ്ങിപ്പോയി. എടാ എണീക്കടാ, എടാ എണീക്ക ഗൈസ്. നമ്മൾ ഏകദേശം 25,000 രൂപയ്ക്ക് ഏകദേശം 24 കിളികളെ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പയോടും മമ്മിയോട് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്, റെഡി ആയിട്ടിരുന്നു എന്ന്. രണ്ടുപേരും കാപ്പി കുടിച്ചോടി ഇരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുത്തേ. ക്ലീനെ കാണിച്ചു തരാം, ബാ ചാടി ഇറങ്ങിക്കോ. മമ്മിയുടെ ഇഷ്ട കിളികളെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. ബാ ബാ കാണിച്ചു തരാം കിളികളെ, മമ്മിയുടെ ഇഷ്ട കിളികളെ ഇഷ്ടം പോലെ. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിളിനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ബാ 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 തുറക്കട്ടെ. കിളിയാന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇവർക്ക് ഇപ്പോൾ വിശ്വാസമൊന്നുമില്ല. കാരണം നമ്മൾ ലാസ്റ്റ് ഒരു ഷുഗർ ഗ്ലൈഡറിനെ മേടിച്ചു, ഇഗ്വാനേനെ മേടിച്ചു, പറ്റിക്കലായിരുന്നു എല്ലാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. തുറക്കട്ടെ, തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം നമ്മൾ എന്താണ് മേടിച്ചെന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് ബിഗ് പർച്ചേസ് മേടിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ കിളിക്കൂട്ടിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കിളികൾ ആഡ് ചെയ്യണം അല്ലേ. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞാൽ ഒത്തിരി ഏരിയ മിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കിളികളാണ് മേടിക്കണം. ഞാനുണ്ട്, ജിനോചാച്ചനോട്, കുഞ്ഞപ്പനുണ്ട്. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം കയാക്കിങ്ങിന് പോകുന്ന വീഡിയോയുടെ അത് കുറേ കമന്റ് ഇങ്ങനെ വന്നായിരുന്നു. അതായത് നമ്മൾ ഇത്ര വെയിലുള്ളത് ഞാൻ ശരിക്കും അപ്പോൾ ഇത്ര വെയിലുണ്ട് നമുക്ക് ഈ പറഞ്ഞാൽ വലിയൊരു മാറ്റമില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി കമന്റ് വന്നായിരുന്നു. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ 2 പ്രോഡക്റ്റ് ആണ്. ഇത് മൂസ്റ്റാക്കിന്റെ ഹെർബൽ സ്കിൻ ലൈറ്റനിങ് ഓയിലും അതുപോലെ തന്നെ ഓഷ്യൻ ഫേസ് വാഷും ആണ്. ഹെൽത്തി ഓയിലും അലോവേര ഓയിലും അതുപോലെ തന്നെ ഒത്തിരി നാച്ചുറൽ ഓയിൽസും ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ എന്റെ സ്കിന്നിനെ ഒത്തിരി ഹെൽത്തി ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും കേട്ടോ. ബിഫോർ ആഫ്റ്റർ ആണ്. ഏകദേശം 6 മാസമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ പേഴ്സണലി ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മൾ ഏത് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് മൂസ്റ്റാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ് എന്ന് പറയുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ. നമുക്കിത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ബൈക്കിൽ ഒത്തിരി യാത്ര ചെയ്യുമ്പോഴാണ്. കാരണം ബൈക്കിൽ ഒത്തിരി യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്ന് വൈപ്പ് ചെയ്യുമ്പോഴേക്കും അറിയാം ഒത്തിരി പൊടിയൊക്കെ ഇറങ്ങി വരും. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫേസ് വാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖം കഴുകുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. പിന്നെ ഞാനിത് ഉപയോഗിക്കാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫേസ് വാഷിന് ഒരു പഴങ്ങളുടെ സ്മെല്ലോ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് എനിക്ക് ഫ്ലേവർ ആയിരിക്കും. എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ഇതിനൊരു നല്ലൊരു ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേയുടെ ഒക്കെ ഒരു സ്മെല്ലാണ്. നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നൊക്കെ ഒത്തിരി ഓയിലി ആകുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇത് വെച്ച് മുഖം കഴിയുമ്പോഴേക്കും ഫസ്റ്റ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. അതായത് നമുക്കൊരു നല്ലൊരു കോൾഡ് ഫീൽ ചെയ്യും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെന്തോളിന്റെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ. ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാരഫിൻ പോലെയുള്ള കെമിക്കൽസ് ഇല്ല. അതായത് 100% നാച്ചുറൽ ഓയിൽസ് വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഫേസ് വാഷുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും അതിന്റെ കണ്ടന്റ്സ് എടുത്ത് നോക്കുമ്പോഴേക്കും ഒത്തിരി കെമിക്കൽസ് ആണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ലിക്കറസും അതുപോലെ സാലിസിലിക് എന്ന് പറഞ്ഞ 2 കണ്ടന്റ് ഇതിനകത്തുണ്ട്. അന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഒത്തിരി വെളുക്കൊന്നുമല്ല കേട്ടോ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കളറാണ് നമ്മുടെ ഏറ്റവും നല്ല കളർ, നമുക്ക് ഏറ്റവും മാച്ച് ആവുന്ന കളർ. ആ കളറിനെ ഏറ്റവും ഹെൽത്തി ആയിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. പിമ്പിൾസും ആഗ്നയുള്ള ആൾക്കാരാണെങ്കിൽ ഈ സാലിസിലിക് എന്ന് പറഞ്ഞ കണ്ടന്റ് അതിന് നല്ലൊരു പ്രിവെന്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനലി നമ്മൾ പറയുവാണെങ്കിൽ എന്റെ ഫേസുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കോമ്പോയിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന കിളികളെ നമ്മൾ കടയിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് പാർക്കിംഗ് കിട്ടും നോക്കാം കേട്ടോ. പെർഫെക്റ്റ്. നമ്മൾ വിജയകരമായി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി കുറെ നാളായി ലൈവ് എക്സോട്ടിക്കിൽ വന്നിട്ട്. സാഹചര്യം എന്തായാലും നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബ് കണ്ടിട്ടുണ്ട് കേട്ടോ. ആണോ? അപ്പം സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, നടക്കട്ടെ. ശരി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ കടയിലേക്ക് കയറുകയാണ് കേട്ടോ. അടിപൊളി. ദേ കൊള്ളാലോ. കുഞ്ഞപ്പോൾ ഇതിന് ഓർത്ത് മേടിച്ചു തരട്ടെ? വേണോ? നമ്മൾ കടയിലേക്ക് കയറിയപ്പോഴേക്ക് നമ്മൾ അടുത്ത സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. പേരെങ്ങനെ മോനെ? മാസ്ക് ഒന്ന് മാറ്റി കാണിച്ച്. അർജുൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ. ആണോ? അങ്ങനെ ഒന്നാണോ? നടക്കട്ടെ. ശരി ശരി. കിളി മേടിക്കാണോ? ഗൈസ്, നമ്മൾ കടയിൽ വന്നപ്പോഴേക്കും ഇവിടെ ഒരു സുന്ദര കുട്ടപ്പൻ ഇരിപ്പുണ്ട് കേട്ടോ. ഓ അടിപൊളി. എൻ്റെ അമ്മ എടുത്തവന് പുറത്തെടുത്ത്. എന്താടാ എന്നാ നോക്കുന്നേ? ആരെയും നോക്കുന്നേ? ഗൈസ്, ഇവൻ ഭയങ്കര രസമാണ്. ഇവനെ ഇപ്പുറത്തേക്ക് വെച്ച് ഇവൻ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടിരിക്കുന്നത്. എന്നെ നോക്കുന്നേ? ആരെയും നോക്കുന്നേ? മസാജ് വേണോ? ആരെയും നോക്കുന്നേ? ഉറങ്ങിപ്പോയടാ എൻ്റെ അമ്മ. ഗൈസ്, ഇവൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവനെ. വാടാ. ഓ ദേ, ഇവൻ എൻ്റെ കയ്യെ കയറിയിട്ടുണ്ട്. എന്നെ നോക്കുന്നേ? ക്യാമറ നോക്കി വരുവാണോ? ആ കൊള്ളാലോ. നല്ല 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 രസമാണല്ലോ ഇതിനെ കാണാനായിട്ട്. എന്നാ ഒരു ഉമ്മ കൊടുത്ത് എല്ലാവർക്കും. ദൈവൻ എൻ്റെ ദേഹത്ത് കയറി വരുവാണ്. ഞാൻ മാസ്ക് മാറ്റട്ടെ? നീ എൻ്റെ മുഖം ഇതുവരെ കണ്ടില്ലല്ലോ. എൻ്റെ മുഖം കണ്ടോ? എന്നാന്നേ? എന്നാ പേര് നിന്റെ? ഗൈസ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നമ്മുടെ തൊമ്മൻ ഇച്ചിരി വലുതാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലാണ് കേട്ടോ. ഇവനുണ്ടല്ലോ, ഇവനെൻ്റെ താടിയിലെല്ലാം ഇരുന്ന് കടിക്കുവാണ്. ഇത് കണ്ടോണേ.
എൻ്റെ മുടിയെല്ലാം കടി. തൊമ്മൻ്റെ സെയിം സ്വഭാവമാണ് കേട്ടോ. തൊമ്മനെ പരിപാടിയാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവനെ ഏറ്റവും കൂടുതൽ എന്നെ കടിക്കുന്ന ഒന്ന് മീശയിൽ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ ഇതാണ്. ഈ ഉമ്മാർ വേണോടാ, ഉമ്മാർ വേണോ? ഭയങ്കര കാമൻ ക്വയറ്റായിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എടുത്തു വെച്ചാൽ ഇത്ര നേരമായി. പുള്ളിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളി ഭയങ്കര ക്യൂട്ടായിട്ട് എൻ്റെ പുറത്തിരിപ്പുണ്ട്. പറഞ്ഞു കാണിച്ചു എല്ലാവരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യെ കയറുമ്പോഴേക്ക് എനിക്ക് വേദന എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇവരുടെ നഖമൊക്കെ വെട്ടിയേക്കുന്നതാണ് കേട്ടോ. നഖം വെട്ടിയില്ലെങ്കിൽ നന്നായിട്ട് മുറിയും. അപ്പോൾ ഇവരുടെ നഖമൊക്കെ വെട്ടി വെച്ചേക്കുന്നതാണ്. ചേട്ടാ ഇങ്ങനെ ഇത് അംബർല കോക്കറ്റോ, ഇതിന് എത്ര പ്രൈസ്? ആ ഉമ്മാന്നേ, ഒരു ഉമ്മാന്നേ, ഉമ്മാന്നേ, ഒരു ഉമ്മാന്നേ, ഒരു ഉമ്മാന്നേ. ഭയങ്കര ഉമ്മയാണ് കേട്ടോ ആള്. കയറിയപ്പോൾ തൊട്ട് ഉമ്മയാണ്. ഞാൻ നേരെ ചോദിക്കാൻ തന്നെ 2 തവണ തന്നു കേട്ടോ. ഓക്കെ, അംബർല കോക്കറ്റിന്റെ 1.5 ലക്ഷം രൂപയാണ് വില. അപ്പോൾ ഇതിനെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടേക്കുന്നത് അല്ലേ. ഞാനിപ്പോൾ എന്തായാലും ഇതിനെ മേടിക്കുന്നില്ല, കാരണം ഇവന്മാരെ മേടിക്കാണ്ട് നമുക്ക് ഇച്ചിരി വലിയ കേജും കാര്യങ്ങളൊക്കെ വേണം അല്ലേ. ഇതിപ്പോൾ എത്ര വയസ്സായതാ? ഇത് 1.5 വയസ്സ്. പിടിച്ചാൽ കുഴപ്പമുണ്ടോ? നമ്മൾ കമ്മനെ പിടിക്കുന്ന പോലെ പിടിച്ചാൽ ഇല്ല. ഓ, അപ്പോൾ ഞാനിന്ന് പിടിക്കുവാണ് കേട്ടോ. കാരണം നോർമലി ബേർഡ്സ് ടേംഡ് ആണെങ്കിൽ ഇതുണ്ടോ, പിടിച്ചു കഴിഞ്ഞാൽ അവന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പിടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവന്മാർ അത്ര ഇണക്കമില്ലെന്ന് അല്ലേ. ഇതിപ്പോൾ അത്ര ഇണങ്ങിയതല്ലേ. അല്ല ഇവൻ്റെ ഇത് വെച്ച് കടിക്കുവാണെങ്കിൽ വിരൽ മുറിക്കാൻ മാത്രം പവർ ഉണ്ട്, പക്ഷേ അവൻ കടിക്കത്തില്ല കേട്ടോ. എടാ നീ ഭയങ്കര ക്യൂട്ടാട്ടോ. അവൻ ഭയങ്കര വെളുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. ഞാൻ മസാജ് തുറക്കുന്ന കാണിച്ചാൽ ഇതുകൊണ്ടേ, ഇതുണ്ടോ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അവിടെ ഇരിക്കുക കേട്ടോ. ഞങ്ങൾ എന്തിനും മേടിക്കുന്നത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇവൻ ദേഹത്ത് ഇരുന്നോട്ടല്ലേ, കുഴപ്പമില്ലേ. ഇവിടെ ഇരുന്നോട്ടെ. എൻ്റെ മൈക്കെ കടിക്കില്ല. ഇതേ കുഞ്ഞപ്പനാണെങ്കിൽ ഇവിടെ ഒരു കോക്ടെയിലിന് മൈക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മേടിക്കാൻ ഒരു സാധനത്തിന് കാണിച്ചു തരാം. ഇതിനെ പറയുന്നത് ഗ്രേ എന്നല്ലേ, ഗ്രേ ജാവ. നമ്മുടെ കിളിക്കൂട്ടിൽ ഇപ്പോൾ കിടക്കുന്ന ഫുള്ള് വൈറ്റ് ആണ് കേട്ടോ. മമ്മിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഇവന്മാരെ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇതേ സൺകുണൂർ ഇവന്മാർ ടൈംഡാണ് കേട്ടോ. അയ്യോ തുറന്നേ വെച്ചാൽ, അയ്യോ അമ്മമാർക്ക് എന്നെ വലിയ പരിചയമില്ല. കടിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നെ കടിച്ച് നോക്കുന്നേ, അടച്ചു പേടിപ്പിക്കണ്ട ചേട്ടാ. നമ്മൾ ഇതിനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവന്മാരുടെ പ്രൈസ് എങ്ങനെയാണ്? 2,300 പെയർ. നമുക്ക് ഇല്ലാത്ത പെയറാണ് കേട്ടോ. നമ്മൾ അങ്ങനെയാണെങ്കിൽ 10 പെയർ നമ്മൾ ജാവ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴാണെങ്കിൽ ഇതേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് അബേ എന്നാണ് പേര്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ കടയിൽ കൊണ്ട് കൊടുത്താണ് കേട്ടോ. ഓ എൻ്റെ അമ്മേ, പുള്ളി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മുടെ കിളിക്കൂടിന്റെ പ്ലാൻ ഫുള്ള് സ്കെച്ച് ചെയ്തിരിക്കുവാണ്. എന്നിട്ട് അവൻ അതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ആക്ച്വലി ഒരു ബ്രിഡ്ജ് വരച്ച് തന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് കിളീനെ എടുക്കാം. അപ്പോൾ നമ്മൾ കിളീനെ മേടിക്കാനുള്ള കൂട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ജിനോശം കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി. അപ്പം നമുക്ക് ഇവന്മാരെ പിടിച്ചതിലേക്ക് ഇടാം കേട്ടോ. ചേട്ടാ ഒന്ന് കാണിച്ചേട്ടാ അതിനെ. അടിപൊളി. ഇവന്മാർ പേഴ്സണലി ഭയങ്കര രസമാണ് കേട്ടോ. ഇവന്മാർ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബേർഡാണ്. അമ്മ ഇട്ടോ കേട്ടോ. ഓക്കെ, 1 ചേട്ടൻ അടുത്തതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2, 3 ഇതുണ്ടോ. അതിൻ്റെ ഭയങ്കര രസമാണ് ഇവന്മാരെ കാണാനായിട്ട്. ചേട്ടാ ഓണത്തിന് ഒന്ന് അടുത്ത് കാണിച്ചേട്ടാ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേ ജാവ. ഇവന്മാരുടെ തലയൊക്കെ അടിച്ചൊരു പ്രത്യേകതയുണ്ട്. എന്നെ കടിക്കുന്നൊക്കെ ഉണ്ട്. കടിക്കാതെ കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. 5-മത്തെ അല്ലേ. 4, 9 ആക്ച്വലി നമുക്ക് അതിന് മൊത്തം മേടിക്കാം അല്ലേ. 10, 11, 16 താഴെ 2 ദിനോചിൻ്റെ കാലേ കടിക്കുന്നുണ്ട്. ഇത് കണ്ടോ. എടാ ഇനി വന്നേ 19, 20 ഗൈസ്. ഇവന്മാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതിനോട് പിടിച്ചു കേട്ടോ. 3 ഇവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ 23 ഉണ്ട് കേട്ടോ. ലാസ്റ്റത്തെ 23. അടിപൊളി. അപ്പോൾ നമ്മുടെ കൂടെ ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ജാവയുടെ കൂടെ എംറ്റി ആക്കി കേട്ടോ. ജിനോജിനെ ഇവിടെ ഇവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവനെങ്ങനെ ജിനോജ? അല്ലേ, ഇവൻ ഭയങ്കര ക്യൂട്ടല്ലേ. നമുക്ക് ഞാൻ ഇവൻ്റെ ചിറക് കാണിച്ചു കേട്ടോ. ചിറക് കാണിച്ചാ. ചിറകിൻ്റെ അടിയിൽ ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ ഉണ്ട്. പുള്ളിക്ക് അങ്ങനെ കാണിച്ചു തരുന്നതിന് മടിയൊന്നുമില്ല. ഇവിടെ ഇരുന്നോ. നമ്മളിതേ ഒരു കോക്കറ്റൈലിനോട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ച് നമുക്കില്ലാത്ത ബ്രീഡല്ലേ ഏട്ടാ. കടിക്കുമല്ലേ എന്നാൽ ഇട്ടോ കൂട്ടിലിട്ടോ. അയ്യോ നന്നായിട്ട് കടിക്കും കേട്ടോ. എനിക്ക് കടി കിട്ടി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു കോക്കറ്റൈലിനോട് മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ജാവ പുറത്ത് പോയിട്ടുണ്ട്. എങ്ങനെയോ ചാടിപ്പോയി. നമ്മൾ വല്ലതും പിടിക്കാൻ പോയാൽ അതിൻ്റെ പാട്ടിന് പോയേനെ. ഓക്കെ, ആക്ച്വലി ഈ ഡോർ തുറന്നിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കിളീനെല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടാറ്റാ ഉമ്മ ഒരു ഉമ്മാനെ നീ കൂട്ടി കയറിയിരുന്നു. പുള്ളി സേഫ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അതിൻ്റെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അവിടെ മാസ്ക് ഒന്ന് മാറ്റി കാണിച്ച്. പേരെങ്ങനെയായിരുന്നു? മുബാറക്. താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. പിള്ളേർ ഓൺലൈൻ ക്ലാസ് കഴിച്ച് ബോറടി മാറട്ടെ അല്ലേ. എല്ലാവരും പേടിച്ച് വരച്ചിരിക്കുകയാണ് കേട്ടോ. ചേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കും. തൊമ്മൻ. പേരെങ്ങനെയായിരുന്നു? ജിതിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ പയ്യെ പോവാണ് കേട്ടോ. നമ്മൾ ഇവന്മാരെ എടുത്ത് നേരെ വണ്ടിയുടെ ഡിക്കിക്കകത്തൊക്കെ വെക്കുവാണ് കേട്ടോ. ബ്രോ അപ്പോൾ ഇവന്മാരെ എടുത്ത് നമ്മൾ വണ്ടിയുടെ ഡിക്കിക്കകത്തേക്ക് വെക്കുവാണ്. ഓൾ സെറ്റാണ്. എല്ലാവരും പേടിച്ച് വിറച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. എന്നാ പിടിച്ചോളൂ. അപ്പം നമ്മൾ അങ്ങനെ 24 കിളീനെ മേടിച്ചിട്ടുണ്ട്. മമ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കിളിയാണ് ജാവ കേട്ടോ. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ഈ കിളീനെ എല്ലാം നമ്മൾ പറപ്പിച്ച് വിടാൻ വേണ്ടി പോവാണേ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മേടിച്ച കിളീനെ. മമ്മി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ആത്മാവിലേ ഗൈസ് ഇത് കണ്ടോ. ദേ
ജാവയാണ് ഒരു കോക്ടെയിലിനെ, നമ്മുടെ ഒരു കോക്ടെയിലിനെ പുള്ളു പിടിച്ചായിരുന്നു കേട്ടോ. പുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, അത് പിടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കോക്ടെയിലിനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജാവയുടെ വേറെ കളറ്. മമ്മിക്ക് ഏറ്റവും ഇഷ്ടം ജാവേനെ. ഇത് എത്ര ഉണ്ടെന്നറിയോ? 23 ജാവയുണ്ട്. 24ാമത്തെ കോക്ടെയിൽ. അങ്ങനെ ടോട്ടൽ 24 കിളിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കൊണ്ട് കൂട്ടിക്കൊണ്ട് അഴിച്ചു വിട്ടാലോ? കം ഓൺ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കിളിക്കൂട്ടിലേക്ക് പോവാണ് കേട്ടോ. ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് ഇവന്മാരെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിളിക്കൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ആരാ കരയുന്നറിയോ? കോക്ടെയിൽ. ഇപ്പം സംഭവിക്കുന്ന വെച്ചാൽ ഇവൻ കരയുന്നുണ്ട്. ഇവൻ കരയുന്ന അനുസരിച്ച് ദേ വന്നു. ഞാൻ കാണിച്ചു തരാം. ഇവൻ ഇവിടെ നിന്ന് കരയുന്ന അനുസരിച്ച് ഇതുണ്ട്. നമ്മുടെ കോക്കറ്റിൽ അവിടെ ഇരുന്ന് കരയുവാണ്. മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മാറിയേക്കാം. അവൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. ഓ ദേ പിഞ്ചന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവന്മാരെ ഇവിടെ കൊണ്ടുവച്ചപ്പോഴേക്കും ഇതിന്റെ സൈഡിൽ കൂടെ മൊത്തം ദേ നോക്കുന്നുണ്ടോ? ഇവന്മാർ ഫുള്ള് നോക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരുത്തിന് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. എടാ മോട്ടു, എന്നാടാ നോക്കുന്നേ? നീ ഇവരെയാണ് നോക്കുന്നേ. ഇവരെ അഴിച്ചു വിട്ടാലോ? നമുക്ക് അഴിച്ചു വിട്ടാലോ ഗൈസ്? ദേ നമ്മുടെ മോട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ജാവേനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവരെ അഴിച്ചു വിടാൻ വേണ്ടി പോവാണ്. ഇതേ വേറെ ഒരുത്തും വരുന്നത് കാണിച്ചത് ഇതുണ്ടോ? ദേ അവന് നോക്കിക്കൊണ്ട് വരുവാണ് കേട്ടോ. പാഞ്ഞാ വരുന്നത് അവിടുന്ന്. നമ്മളപ്പോൾ ഇവന്മാരെ അഴിച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം കാനഡയിൽ നിന്ന് സാൽമൺ പിടിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ പോസിറ്റീവായിട്ട് കമന്റ് പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൗട്ട് എന്ന് പറഞ്ഞ മീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലും കാനഡയിലും അങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയയിലൊക്കെ കണ്ടുവരുന്ന ഒരു മീനാണ് ട്രൗട്ട്. നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ല. നമ്മുടെ നാട്ടിൽ അധികം ഒന്നുമല്ല, നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അതിനെ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ഒരു മലയാളി ചേട്ടൻ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാനലിന്റെ പേരാണ് ഹൗ ഡു ദേ ഡു ഇറ്റ്. നിങ്ങളിതേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയിട്ട് ആ ഫിഷിംഗ് വീഡിയോ ഫുൾ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചേട്ടനൊക്കെ ഇപ്പം കടലിൽ പോയിട്ട് കപ്പലിൽ പോയിട്ട് ഫിഷ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ഒന്ന് കയറി നോക്കിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പം മമ്മി ഒന്ന് ബുക്ക് പിടിച്ചേ. എടാ പോവല്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ജാവേനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ജാവ, നമ്മുടെ ഗ്രേ ജാവ. ഇവൻ ഇരിക്കുന്നുണ്ട്. ഇവന് ഉറങ്ങിപ്പോയി. എടാ എണീക്കടാ. ഗൈസ് ഹീ സ്ലീപ്പിംഗ്. എനിക്കറിയില്ല ഇവന്മാരെങ്ങനെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നതെന്ന്. ഞാൻ പിടിക്കുമ്പോൾ ഉറങ്ങുന്നത് എങ്ങനെയാ അമ്മീ? ഇത് കണ്ടോണേ. എടാ ഇവന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇവന് ഞാൻ പറപ്പിച്ച് വിടാൻ വേണ്ടി പോണേ. എടേ നമ്മുടെ കൂട് നമ്മൾ നിറയ്ക്കാണ് കേട്ടോ. വേറെ ഒരുത്തം വന്നിട്ടുണ്ട്. ഓക്കോ, അവൻ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിനെ തുറന്നു വിടുന്നതിന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് മുമ്പ് വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇവിടെ ഇവന്മാർ കൂട് ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? ഒരു കൂട് ഇവിടെ ഉണ്ട്. ഇത് 2ാമത്തെ കൂട്. അതിനകത്തൊരു കിളി ഇപ്പോൾ ഇറങ്ങിപ്പോയി. ഇത് 3ാമത്തെ കൂട്. അവിടെ ഒരു കിളിയുണ്ട്. പിന്നെ അവിടെ ഒരു കൂടുണ്ട്. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അവന്മാർക്ക് ഡിസ്റ്റർബൻസ് ആകും. അതുകൂടാതെ ഗൈസ് ഇവിടെ വേറൊരു കൂടുണ്ട്. ഇത് നമ്മുടെ മുമ്പത്തെ ജാവന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇത് വേറൊരു കൂടാണ്. ഇത് അവന്മാർ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ? നല്ല രസമില്ലേ? അതിന് മുട്ടയും കാര്യങ്ങളൊന്നും ഞാൻ എല്ലാ ദിവസവും നോക്കാറുണ്ട് മുട്ടയുണ്ടോന്ന്. ഇതുവരെ അതിൻ്റെ മുട്ടയൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ കുറച്ചും കൂടെ നമ്മളൊരു ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ മേളിലൊക്കെ ഷെയ്ഡിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവന്മാരെ കൂടെ അഴിച്ചു വിടാം. ഇത് കണ്ടോ? ഈ മോട്ട് ഇവന്മാരെ അവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. മോട്ട് ഇതെന്നെ മോട്ട് ഇങ്ങനെ നോക്കി നടക്കുന്നേ, എന്നെ നോക്കി നടക്കുന്നേ. മോട്ട് കൂടിൻ്റെ ചുറ്റും നടന്നിട്ട് അവരെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ജാവേനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാടാ. മോട്ടു എന്താണെങ്കിലും അടുത്തൊന്നും അത്ര നോക്കിയില്ല. നമുക്ക് മോട്ടിനെ കാണിച്ചു കൊടുക്കാം. മോട്ടു ഇത് കണ്ടോ? നോക്കിക്കേ മോട്ടു. അപ്പോൾ നമ്മളിവിടെ പറപ്പിച്ച് വിടാൻ വേണ്ടി പോണേ. പൊക്കോ. അപ്പോൾ അവനും പറന്ന് പോയിട്ടുണ്ട്. കോക്കറ്റെയിലിന് എനിക്ക് പിടിക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ കടിക്കുന്നുണ്ട്. ഞാൻ അവസാനം പിടിക്കാവേ. ബാടാ. ഓക്കെ, നമ്മൾ ഓരോരുത്തർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 പിടിച്ചിട്ടുണ്ട്. പൊക്കോളൂ. അമ്മയുടെ പറക്കൽ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്നാ നീ നോക്കുന്നേ? ഇത് കണ്ടോ ഗൈസ്? കടിച്ചു നോക്കുന്നുണ്ടോ? കൈ കടിക്കും. ഇതുണ്ടോ? കടിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അടുത്തമാരെ കിട്ടിയിട്ടുണ്ട്. കടിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഭയങ്കര കടി കടിക്കും, പക്ഷേ വേദന എടുക്കത്തില്ല കേട്ടോ. ഒട്ടും വേദന എടുക്കത്തില്ല. ഇതുണ്ടോ കേട്ടോ? പൊക്കോ. ഇതിന് ഇറങ്ങിപ്പോ. കാണട്ടെ. ഇറങ്ങിക്കോ. 1 2 3. ഇറങ്ങിക്കോ. 4 5 6. ബാക്കിയുള്ളവന്മാർ ഇറങ്ങുന്നില്ല. ഇറങ്ങാത്തവന്മാരൊക്കെ ഞാൻ പിടിക്കുവാണ് കേട്ടോ. ഇവിടെ വാടാ. കടിക്കാതെടാ, ഇങ്ങനെ കടിക്കല്ലേ. പൊക്കോ. നമ്മുടെ കൂട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഒരുത്തം പോയിട്ടുണ്ട്, ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, നമ്മുടെ ഗ്രേ ജാവ, അവനും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ. അമേരിക്കയിലെ ഫിഷിംഗ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഹൗ ഡു ദേ ഡു ഇറ്റ് എന്ന് നമ്മുടെ മലയാളം ചാനലാണ്. അപ്പോൾ ചേട്ടൻ്റെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിഷിംഗ് ഒക്കെ നിങ്ങൾ കാണാനായിട്ട് വരും. ഇവന്മാർ ഭയങ്കര സ്പീഡാണ് കേട്ടോ. ഇനി വന്നേ, ഒരുത്ത സൈഡിൽ കൂടെ ഇറങ്ങി പോയിട്ടുണ്ട്. മോട്ടൂസ് മമ്മിയാണെങ്കിൽ ഇവനെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ആരെ പിടിക്കുന്നത്? പോക്കറ്റിൽ പിടിക്കാൻ പോകണോ? മമ്മി കടിക്കാതെ പിടിക്കണം കേട്ടോ. ഓ, എന്നിട്ട് ചുണ്ടങ്ങ് കൂട്ടി പിടിച്ചോ. മമ്മി അങ്ങനെ നമ്മുടെ കോക്കറ്റെയിലിനെ എടുത്തിട്ടുണ്ട്. മോട്ട് നോക്കിയത് ഇത് ആരാന്ന് നോക്കിക്കേ.
ഇതുണ്ടോ മമ്മി കോക്കറ്റൈലിനെ പിടിച്ചിട്ടുണ്ട്. മോട്ട് ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. മോട്ട് എന്നാടാ ഇതാരാടത്? ഇതാണ് നമ്മുടെ പുതിയ കോക്ക് കേട്ടോ. ഒരു ഉമ്മ എടുത്തേ. ആ പറപ്പിച്ചു വിട്ടോ മമ്മി, കൈയെടുത്തിക്കോ. അവനധികം പറക്കാറാൻ വേണ്ടി ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കോക്കറ്റൈൽ അവിടെ പോയി ഇരിപ്പുണ്ട്. നമ്മുടെ അവസാനത്തെ ജാവയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ജാവയുണ്ട് ഇതിനകത്തുണ്ട്. ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്ന കണ്ടോന്ന് പറയുമ്പോഴേക്കും അവൻ പറഞ്ഞു പോയി. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ കിളിക്കൂട് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് എന്ത് കിളികളെയോ അല്ലെങ്കിൽ ജീവികളെയാണ് ഇട്ട് കാണാൻ താല്പര്യമുണ്ടോ നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ അതിനൊക്കെ മേടിക്കുന്നതാണ്. ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ സഹായിച്ചു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇറ്റ്സ് മീ 7 സിറിയക്, മമ്മി, പപ്പ, കുഞ്ഞപ്പൻ, പിന്നെ ജിനോസ്. ബൈ ബൈ. ചോട്ടു മോട്ടു എൻ്റെ മീനിന്റെ തീറ്റ തിന്നാടാ. നീ അവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നതായിട്ട് കാണിച്ചു ആ കൂട്. നമ്മളിപ്പോൾ പോകുന്ന വഴി നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കണ്ടിട്ടുണ്ട്. പത്തനംതിട്ടക്കാരാണ്. ഇതേ ജിനോസിൻ്റെ കൂടെ എടുത്തുകൊണ്ടോ ഇങ്ങനെ എടുത്തോണ്ട് പറഞ്ഞേ. അവിടെ നിന്ന് കൊണ്ടുവരണേ. പേരെങ്ങനെയായിരുന്നു? ശ്രീദേവൻ, രഞ്ജിത്ത്, അശ്വിൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇറങ്ങാത്തമാരൊക്കെ നമ്മൾ പിടിപ്പിച്ചതേ. ജോസ് വീഡിയോ സുബിനാണ് പേര്. ചേട്ടൻ്റെ വീടും ഇവിടെയാണ് കേട്ടോ, കുമാരനെല്ലൂർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇവന്മാർ ഇതൊക്കെയാണ് തിന്നുന്നത് കേട്ടോ. മീനിൻ്റെ തീറ്റൊക്കെ എടുത്ത് ഇവന്മാരൊന്ന് തിന്നു നോക്കും. ചോട്ടുമോട്ടും അടങ്ങിയിരുന്നിട്ട് ഇട്ടി പിടിക്കും കേട്ടോ. ഫൈനലി നമ്മൾ പറയുവാണെങ്കിൽ എൻ്റെ ഫേസുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു കോമ്പോയിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല, എൻ്റെ കയ്യിൽ തീറ്റോട് കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവന്മാർക്കെല്ലാം നല്ല കളർ വെച്ചിട്ടുണ്ട്. നമ്മൾ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്ക് ഇത്രയും കളറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മോട്ടു എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ. മോട്ടു എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ. ഉമ്മ എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. മോട്ടു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. മോട്ടു വലുതായി കേട്ടോ.